ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് റെയിൽവേ എക്സാംസ് വിളിക്കുന്നില്ല? കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസും എല്ലാം നമ്മളോട് ചോദിക്കുകയാണ്, സാർ എന്തുകൊണ്ട് റെയിൽവേ എക്സാംസ് വിളിക്കുന്നില്ല? 2023 വിളിക്കും എന്ന രീതിയിൽ എല്ലാവരും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ ചോദ്യവുമായി കാത്തിരിക്കുന്നവർക്ക് കൃത്യമായ ഒരു ഉത്തരം തരാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ച് വളരെ കൃത്യമായ ഫാക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടാതെ നമ്മുടെ ചില സർപ്രൈസിങ് അനൗൺസുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുമാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വീഡിയോയിലോട്ട് പോകാം. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ വളരെ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ഫോക്കസ്ഡ് ഓൺ SSC റെയിൽവേ എക്സാംസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാഡമിയിൽ വന്നിരിക്കുന്ന ഈ റിസൾട്ട്, അക്കാഡമിയെ സംബന്ധിച്ച് അക്കാഡമിയുടെ അധ്യാപകനായ അഭയ് സാറ് നമ്മുടെ കേരള റാങ്കിൽ നമ്പർ 1ഉം ഓൾ ഇന്ത്യ റാങ്കിൽ 15ഉം നമ്മുടെ CGL 2023 എക്സാമിൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ദിശ അക്കാഡമി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ് എന്നറിയണമെങ്കിൽ ഈ ഒരു റിസൾട്ട് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വീഡിയോകളിലൂടെയും ഒക്കെ നിങ്ങൾക്കറിയാം. നമ്മുടെ 3 അക്കാഡമികളിലൂടെയും ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ സന്തോഷം നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്. സാറിനെ ഒരിക്കൽ കൂടെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് റെയിൽവേയുടെ എക്സാമുകളെ കുറിച്ച് നിങ്ങളിലേക്ക് പങ്കുവെക്കാനും, എന്തുകൊണ്ട് റെയിൽവേയുടെ എക്സാംസ് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വർഷം വിളിക്കുമോ അതോ ഇനി അടുത്ത വർഷത്തേക്ക് ഈ എക്സാം നീണ്ടുപോകുമോ എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ആദ്യമേ നിങ്ങളിലേക്ക് തരാം. അപ്പോൾ എന്തുകൊണ്ടാണ് റെയിൽവേ എക്സാം വിളിക്കുന്നത്, നീണ്ടുപോകുന്നത്? അപ്പൊ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം കഴിഞ്ഞ വർഷം അവസാനം മുതൽ വേക്കൻസികൾ ഒരുപാടുള്ളതായിട്ടുള്ള വാർത്തകൾ നമ്മൾ വരുന്നു. ഏകദേശം 2.5 ലക്ഷം വേക്കൻസി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ഞാൻ തന്നെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്ത് ഒരുപാട് പേരത് കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം തുടർന്ന് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ റെയിൽവേ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടത് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും പിന്നീട് ഞാൻ ആ റെയിൽവേയുടെ വീഡിയോസ് ചെയ്യുന്ന ഒന്ന് നിർത്തി. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, സാർ എന്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഇടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് റെയിൽവേ എക്സാംസ് വിളിക്കുന്നില്ല? അപ്പോൾ ഒരു ആധികാരികമായ ഉറപ്പ് നിങ്ങളിലേക്ക് തരാൻ എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്തരം വീഡിയോ നമ്മൾ ചെയ്യാതിരുന്നത്. കാരണം പലരും പല ചാനലുകളിലും ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്ന രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങളെ മിസ്ലീഡ് ചെയ്യേണ്ട എന്നുള്ളൊരു അർത്ഥം കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതിനകത്ത് നിന്ന് ഞാനൊന്ന് നിന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീഡിയോ കാണുന്നവരും അതുപോലെ നമ്മുടെ അക്കാഡമിയിൽ ഓഫ്ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ജൂൺ ജൂലൈ മുതലൊക്കെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. റെയിൽവേ RRB JE എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് തണുത്ത് പോയിട്ടുണ്ട്, ഒന്ന് മടുത്ത് നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഇതൊന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ വരാൻ പോകുന്ന പരീക്ഷ RRB JEയുടെ എക്സാം ആണ് കേട്ടോ. RRB JEയുടെ എക്സാം ആണ് ഉടനെ വരാൻ പോകുന്ന എക്സാം. അപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സാം സാർ എന്ന് വിളിക്കും? ഒരുപാട് പേര് ചോദിക്കുന്നു എന്ന് വിളിക്കും. നമ്മുടെ RRB JEയുടെ ഡിപ്പാർട്ട്മെന്റൽ എക്സാമുകളുടെ RRB JE ALP എക്സാമുകളുടെ ഡിപ്പാർട്ട്മെന്റൽ എക്സാംസിന്റെ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തായാലും ഉടനെ ഈ എക്സാം വിളിക്കും, അക്കാര്യത്തിൽ തർക്കമില്ല. അത് ഡിസംബർ ഓർ ജാനുവരി കാണാനാണ് ചാൻസ് കൂടുതൽ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എക്സാം ഉണ്ട് എങ്കിൽ ഇപ്പോൾ 2024 മെയ്യോടുകൂടി എലക്ഷൻ വരാനായിട്ടൊരു ചാൻസ് ഉണ്ട് അല്ലേ? എലക്ഷൻ വരുമ്പോൾ നോർമലി നമുക്ക് അതിനു മുമ്പിട്ട് പല ഇതുപോലെയുള്ള പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷൻസ് വരുന്നതായിട്ട് കണ്ടത്. ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ എക്സാംസ് ഈ എലക്ഷൻ വരുമ്പോഴും അതുപോലെ തന്നെ നാഷണൽ ലെവലും ഈ എലക്ഷൻസ് വരുമ്പോഴാണ് നല്ല വേക്കൻസികളെയൊക്കെ കുറിച്ച് വരുന്നതും കുട്ടികൾക്ക് കൂടുതൽ വേക്കൻസികളൊക്കെ കിട്ടുന്നതും എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 ജാനുവരി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് ടൈമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്തുക. അപ്പോൾ ഞാൻ ഇത് എന്നോട് വന്ന് ചോദിച്ചിട്ടുള്ള വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കൃത്യമായിട്ട് സിലബസ് കവറപ്പ് ചെയ്യാൻ 6 മുതൽ 7 മാസം ഉണ്ടെങ്കിലേ സിലബസ് തന്നെ കവറപ്പ് ചെയ്യാൻ ഉള്ള ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മോക്ക് എക്സാംസും മറ്റു കാര്യങ്ങളും എഴുതി
പോയെങ്കിൽ മാത്രമേ നമുക്ക് മസ്റ്റായിട്ടും ഈ വരുന്ന എക്സാം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ റെയിൽവേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി പഠിക്കുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ പോലും എല്ലാ വീക്കിലും ഒരു 3 ക്ലാസ്സുകൾ വീതം റെയിൽവേയുടെ ദിശ അക്കാഡമി മസ്റ്റായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? നിങ്ങളെ കൃത്യമായിട്ട് ഈ എക്സാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ സ്റ്റാഫ് സെലക്ഷന്റെ ക്ലാസ്സുകൾ പോകുന്നതിന് പാരലായിട്ട് തന്നെ റെയിൽവേ എക്സാമിന്റെയും കൃത്യമായ ക്ലാസ്സുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പൊ RRB JEE പ്രിപ്പയർ ചെയ്യുന്നവരുടെയും ALP പ്രിപ്പയർ ചെയ്യുന്നവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിലും NTPCയും ഗ്രൂപ്പ് ഡിയും എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും പഠിച്ചു തുടങ്ങാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു മാസ് വേക്കൻസിയിലാണ് ഈ NTPC ഗ്രൂപ്പ് ഡി അതുപോലെ തന്നെ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വിളിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് റെയിൽവേ എക്സാമിനെ ഒരു അവസരമായി കാണുന്ന നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾ ഡൗൺ ആവരുത്. അപ്പോൾ നിങ്ങളെ എങ്ങനെ അതിലേക്കൊന്ന് എനർജറ്റിക് ആയിട്ട് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ അവസാനം പറയാം, വീഡിയോയുടെ അവസാനം പറയാം. അപ്പം മസ്റ്റായിട്ടും ഈ SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എക്സാമുകൾ നല്ല അവസരമാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ വിളിക്കും. അപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പഠിക്കാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിൽക്കൂ, അല്ലെങ്കിൽ SSC ലെവലുള്ള എക്സാംസുകൾ നിങ്ങൾ എഴുതി നിൽക്കൂ. ഇത് നിങ്ങൾക്ക് റെയിൽവേ എക്സാംസ് നേടിയെടുക്കാനായിട്ട് നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഈ 4-5 എക്സാംസിനെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അതുപോലെ തന്നെ NTPC എക്സാമുകളിലെ പല പോസ്റ്റുകളെ കുറിച്ചും ചോദിച്ചുകൊണ്ട് ഒരുപാട് കോളുകൾ അക്കാഡമിയിലേക്ക് വരാറുണ്ട്. പ്രധാനമായിട്ടും NTPCയിൽ വരുന്ന പോസ്റ്റുകളാണ് ഈ കാണുന്നത്. ഇതിൽ ആദ്യത്തെ ഈ പറയുന്ന ക്ലറിക്കൽ ലെവൽ പോസ്റ്റുകളെല്ലാം +2 യോഗ്യതയിൽ വരുന്ന പോസ്റ്റുകളാണ് കേട്ടോ. അപ്പം ഗൂഡ്സ് ഗാർഡ് അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള പോസ്റ്റുകളൊക്കെ ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന ക്ലറിക്കൽ പോസ്റ്റുകൾ, ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടിക്കറ്റ് ക്ലർക്ക് പോലെയുള്ള പോസ്റ്റുകളെല്ലാം +2 യോഗ്യതയിൽ വരുന്ന പോസ്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 10th +2 യോഗ്യത ഉള്ളവർക്കും NTPCയുടെ അണ്ടറിൽ വരുന്ന എക്സാമുകൾ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവരും വൃത്തിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്തി വെക്കാനായിട്ട് ഉറപ്പായിട്ടും ശ്രമിക്കുക. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള അല്ലെങ്കിൽ ഗൂഡ്സ് ഗാർഡ് പോലെയുള്ള നല്ല പോസ്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ആ പോസ്റ്റുകളും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. നിങ്ങൾ NTPCക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, ഗ്രൂപ്പ് സിയിൽ വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, എൻ്റെ റെയിൽവേയുടെ മറ്റൊരു വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പോസ്റ്റുകളെ പറ്റി പറയുന്നത് കൊണ്ട് ഞാൻ ഇവിടെ അധികം പോകുന്നില്ല. പലപ്പോഴും പലരും ചോദിച്ചത് കൊണ്ട് പറയുകയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും NTPCയിൽ വരുന്നത്. അപ്പൊ RRB JEE പോലെയുള്ള എക്സാംസ് എല്ലാം ആർക്കുള്ളതാണ്? ഡിഗ്രി ബിരുദധാരി, BTech ബിരുദധാരികൾ, ഡിപ്ലോമക്കാർക്കുള്ളതാണെങ്കിൽ ഡിഗ്രി ഉള്ള ആളുകൾക്കും +2 യോഗ്യതയുള്ള ആളുകൾക്കും NTPCയിൽ നല്ല അവസരമുണ്ട്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ഓർക്കാൻ ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ റെയിൽവേ എക്സാമിന്റെ സിലബസ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, സാർ എന്തൊക്കെയാണ് നമ്മൾ റെയിൽവേയിൽ പഠിക്കേണ്ടത്? ഇപ്പൊ നിലവിൽ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വൃത്തിയായിട്ട് പഠിച്ച് സെറ്റ് ചെയ്ത് മാക്സിമം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റീസണിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അതും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഏരിയകൾ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മാക്സിമം ടൈം കുറച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ 2 ഏരിയയിൽ നിന്ന് നമുക്ക് 60 മാർക്കുകൾ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ് ഏരിയ ആണ്. ഏകദേശം 40 മാർക്സ് ആ ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. സോ അതുകൊണ്ട് ഈ 3 ഏരിയകൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷമേ പഠിക്കൂ, അല്ലെങ്കിൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മക്കളെ, നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്തോളുക, സ്റ്റാർട്ട് ചെയ്തോളുക. ഈ ലെവലിൽ പഠിച്ചു തുടങ്ങിക്കോളുക. ഇപ്പൊ ദിശ അക്കാഡമിയുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലാസ്റ്റ് കഴിഞ്ഞ RRB NTPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും ഒക്കെ 100 കണക്കിന് വീഡിയോസ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ആ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കൊട്ടാരക്കര അക്കാഡമികളിലെല്ലാം റെയിൽവേയുടെ ബാച്ചുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും താല്പര്യമുള്ളവർ ഒട്ടും മടി വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സെറ്റ് ചെയ്ത് മോക്ക് എക്സാംസ് എഴുതി എക്സാമിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. എന്തായാലും എക്സാം വിളിച്ചല്ലേ പറ്റൂലടാ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻസ്, നമ്മുടെ ഒരു അശ്രദ്ധ കാരണം ഒരിക്കലും
ഒരിക്കലും ഇത് പോകാനൊരു ഇട വരരുത്. അപ്പോൾ ഈ നമ്മൾ സ്ട്രോങ് ആക്കേണ്ട നമ്മുടെ സബ്ജക്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ സമയം അനുസരിച്ച് ഓൺലൈൻ എക്സാംസ് ആയതുകൊണ്ട് തന്നെ മോക്ക് എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ദിശ അക്കാഡമി പ്രസന്റ് ചെയ്യുന്ന ദ്രോണ ബാച്ച് 2023. എന്തുകൊണ്ട് 2023 എന്ന് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീക്ക് മുതൽ തന്നെ നമ്മൾ നമ്മുടെ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് കൊണ്ടുവരികയാണ്. എന്താണ് ബാച്ചിന്റെ പേര് പഠിച്ചു വെച്ചോളൂ, ദ്രോണ ബാച്ച്. ഓക്കെ, നമ്മുടെ SSC GD എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മൾ യോദ്ധ പ്രീമിയം ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് ഇട്ടതുപോലെ തന്നെ റെയിൽവേ എക്സാം ആഗ്രഹിക്കുന്നവർക്കായിട്ട് ദിശ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ബാച്ചാണ് ദ്രോണ പ്രീമിയം ബാച്ച്, അതായത് ദ്രോണ ബാച്ച്. എന്താണ് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പോകുന്നത് എല്ലാ വീക്കിലും 3 ക്ലാസ്സസ് വെച്ച് റെയിൽവേയുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ ഇനി നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്ന ലൈവ് ക്ലാസ്സുകളാണ്. വീക്കിൽ 3 ഡേയ്സ് ക്ലാസ്സുകൾക്കുണ്ടാവും. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും തരുന്നത്. അതായത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ, ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നേരങ്ങളിലും മോർണിംഗ് സെക്ഷൻസിലും ഒക്കെ ആയിട്ട് വരുന്ന ലൈവ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകളിലൂടെ, എന്തിനാണ് ലൈവ് ക്ലാസ്സുകളായിട്ട് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകർക്ക് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളും വിഷമങ്ങളും എല്ലാം കേൾക്കാനും അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ തരാനും വേണ്ടിയിട്ടാണ് ലൈവ് ബാച്ചുകളായി ക്ലാസ്സുകൾ തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ദ്രോണ 2023 ബാച്ച് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഈ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാം വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് ഈ വരുന്ന എക്സാമിലേക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദ്രോണ 2023 ബാച്ച് വരുന്നത്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ക്ലാസ് ഈ സാറ്റർഡേ വൈകിട്ട് വരുന്നുണ്ട്. ഞാൻ തന്നെ നിങ്ങൾക്ക് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് തുടങ്ങി വെക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാവരും ആ ബാച്ച് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമന്റുകളായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടും എനർജിയും മാത്രമാണ് കേട്ടോ അക്കാഡമിയുടെ ഒരു ശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തും നിങ്ങൾ കമന്റ് ചെയ്തും ഇവിടുത്തെ എല്ലാ അധ്യാപകരെയും നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളുടെ ലക്ഷ്യം SSC പോലെയുള്ള റെയിൽവേ പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകളിലേക്ക് പെട്ടെന്ന് തന്നെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ജോലിയിൽ എത്തിക്കുക, അവരെ ഈ എക്സാമുകളെ കുറിച്ചുള്ള അവയർനെസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ദിശ അക്കാഡമിയുടെ ദൗത്യം. അപ്പോൾ SSC GD പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യോദ്ധ പ്രീമിയം ബാച്ച് ഉള്ളതുപോലെ തന്നെ ഇനി റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്നവർ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്കായി ദ്രോണ ബാച്ച് 2023 വരുന്നു. അപ്പോൾ സാറ്റർഡേ നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാവരും ആ ക്ലാസ് കാണാൻ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾ ഈ വിവരം പങ്കുവെക്കുക, അവരെ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. കൃത്യമായിട്ട് നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്തു തരും. നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങളുടെ ആശയങ്ങളും എല്ലാം കേൾക്കുകയും നിങ്ങളുടെ വിഷമങ്ങൾക്കെല്ലാം നമ്മൾ പരിഹാരം കണ്ടെത്തുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കുക. കാരണം എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിശ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കമന്റുകളായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ എക്സാമുകളുടെയും നോട്ടിഫിക്കേഷൻസ് ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ റെയിൽവേ എങ്ങാനും വിളിച്ചാൽ അത് നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്നത് ദിശ അക്കാഡമി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ദിശ അക്കാഡമിയുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി വളരെ ദൂരത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലേ ഒരു പക്ഷേ അവർക്ക് വന്ന് പഠിക്കാനുള്ള സൗകര്യമൊന്നും കാണിയല്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ വെളിയിലൊക്കെ ഉള്ള ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയാണ്. അതാണ് ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്പ്. ഇപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, റെയിൽവേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, അതുപോലെ SSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ആപ്പിൻ്റെ പേരൊന്ന് നോക്കി വെച്ചോ, എന്താണ്? ദിശ ഓൺലൈൻ എന്നാണ്. ദിശ ഓൺലൈൻ. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിലിപ്പോൾ തന്നെ റെയിൽവേ എക്സാമിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചുകൾ അവൈലബിൾ ആണ്. വന്ദേ ഭാരത് എന്ന് പറഞ്ഞൊരു ബാച്ച് അവൈലബിൾ ആണ്. ഇനി SSC പ്രിപ്പയർ ചെയ്യുന്നവർക്കായി SSC ഫൗണ്ടേഷൻ ബാച്ച്, GDയുടെ ബാച്ച്, ഇങ്ങനെ ഓരോ എക്സാമുകളെയും എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാച്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറുതെ പറയുകയല്ല, ഏകദേശം 250 മണിക്കൂറുകൾ ക്ലാസ്സുകളുള്ള ഫൗണ്ടേഷൻ ബാച്ചുകളാണുള്ളത്. ഈ ക്ലാസ്സുകളൊന്നും
റെക്കോർഡഡ് ക്ലാസ് അല്ല, ലൈവ് ക്ലാസ്സുകളാണ്. അധ്യാപകർ നേരിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. ഇനി ആ ലൈവ് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വേർഷൻ ആപ്പിലൂടെ കിട്ടുന്ന സൗകര്യമുള്ള ആപ്പാണ് ദിശ ഓൺലൈൻ എന്ന് പറയുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഇത് സൗകര്യം പ്രയോജനപ്പെടുത്തി പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ആവശ്യമുള്ളവർ മസ്റ്റായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. അതല്ല, ചില ആളുകൾ പറയും സാർ ഞങ്ങൾക്ക് ഓഫ്ലൈൻ പഠിച്ചാലേ മതിയാവൂ, അല്ലെങ്കിൽ എന്നാലേ മനസ്സിലാവൂ എന്ന് വിചാരിക്കുന്നവർക്ക് മസ്റ്റായിട്ടും നമ്മുടെ ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊല്ലത്ത്, കൊട്ടാരക്കര അക്കാഡമികളിൽ വന്ന് ഡയറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾ വിസിറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ സ്റ്റുഡൻസിനെ കെയർ ചെയ്യുന്നു, അവരെ എങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ മസ്റ്റായിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അക്കാഡമി വിസിറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഞാനത് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ ദ്രോണ ബാച്ചിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഇടും, ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ ദ്രോണ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾക്കുപരി നിങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ്, നിങ്ങൾക്ക് വേണ്ട പഠിക്കേണ്ട ടോപ്പിക്കുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് തരാൻ സാധിക്കുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ടും ആ ദ്രോണ 2023 RRB ബാച്ചിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ പഠനം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അക്കാഡമി ഏറ്റവും കൃത്യമായ വാർത്തകൾ ഇത്തരം എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുടെ അടുത്ത് ഏറ്റവും പെട്ടെന്ന് തന്നെ കൃത്യമായ വാർത്തകൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എനർജിയും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.